ക്ലിനിക്കിൻ്റെ ഫസ്റ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പം ഇങ്ങനെയൊരു ലോഗിൻ സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ യൂസേഴ്സിനെ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സിനെ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് യൂസറിനെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഏത് യൂസറാണോ ആ യൂസറെ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്ത ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ ലോഗിൻ ബട്ടൺ എനേബിൾ ആവും. ലോഗിനെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കാണുക. ഇതിനകത്തിപ്പം ഈ ഡാഷ്ബോർഡിൽ നമുക്കിപ്പം ഓൾറെഡി വന്ന പേഷ്യൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇതിനകത്തുണ്ടാവും. ഈ താഴത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു കൺസൾട്ട് ID ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ലിസ്റ്റിനകത്തായിരിക്കും പേഷ്യൻസ് വന്ന് കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ പേഷ്യൻസ് ഡോക്ടേഴ്സിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ കീബോർഡിൽ F2 ക്ലിക്ക് ചെയ്തിട്ട് ആ പേഷ്യൻസിൻ്റെ ഫയല് ഈ ഫസ്റ്റ് സെക്ഷനിലേക്ക് വരും. അപ്പം ഡോക്ടേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കും അത് അവരുടെ ഈ ഒരു ലിസ്റ്റിൽ അത് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ പേഷ്യൻസിനെ ഫൈൻഡ് ചെയ്യുന്നത് പിന്നെ കൺസൾട്ടിങ് ഫിനിഷ് ആയിട്ടുള്ള ലിസ്റ്റ്, പിന്നെ ഡോക്ടേഴ്സിൻ്റെ വിസിറ്റ് ഹിസ്റ്ററി, മീൻസ് പേഷ്യൻസിൻ്റെ വിസിറ്റ് ഹിസ്റ്ററി, പിന്നെ അപ്പോയിൻമെൻറ്റ്സ്, പിന്നെ വിസിറ്റ് ഹിസ്റ്ററി, കളക്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട്, നമുക്ക് ഇതിൻ്റെ തന്നെ ഷോർട്ട് കട്ട്സും ഉണ്ട്. പിന്നെ അതുകൂടാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഷോർട്ട് കട്ട്സും കൂടെ ഇതിനകത്തുണ്ട്. ഫസ്റ്റ് നമുക്ക് ഒരു പേഷ്യൻസിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഈ ന്യൂ പേഷ്യൻസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും ഡീറ്റെയിൽസ് നമുക്കിവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ഇതിൽ ഈ ഫയൽ നമ്പർ നമ്മൾ മാനുവലായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഫയൽ നമ്പർ നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ന്യൂമറിക്കിലാണ് നമ്മൾ ഫയൽ നമ്പർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഓട്ടോമാറ്റിക് വന്നു. ഞാനിപ്പോൾ 1000 എന്ന് പറഞ്ഞൊരു ഫയൽ നമ്പർ കൊടുത്തു. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നാണ് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡേറ്റാണ്. നമുക്കിവിടെ കലണ്ടറുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മന്ത് മാറ്റണമെങ്കിൽ ഈ മന്തയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇയർ മാറ്റണമെങ്കിൽ ഇയറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ 15 ഡിസംബറിന് നമ്മൾ ഈ ഡിസംബറിന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ആവശ്യമില്ല. 12 ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലും കിട്ടും. ഇവിടെ ഇയർ 2021, അത് നമുക്ക് 2021 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് നെയിമിലേക്ക് വരും. പേഷ്യൻ്റ് നെയിം ഞാൻ പേര് കൊടുത്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ അറബിക്കിലുള്ള പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അറബിക് നെയിം അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് വിട്ടേക്കുക. ഇനി നമ്മൾ ഇവിടെ പേഷ്യൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഏജ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇയേഴ്സ് എത്രയാണെന്നുള്ള താഴെ വരും. ബൈ ഡിഫോൾട്ട് സിസ്റ്റം തന്നെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ക്രിയേറ്റ് ആകും. ഓക്കെ, നമ്മളിവിടെ എന്താണെന്നുള്ള സെക്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാഷണാലിറ്റിയിലേക്ക് വരും. നാഷണാലിറ്റിയിൽ നമ്മൾ നാഷണാലിറ്റി ഏതാണെന്ന് അടിക്കുന്നു. എമിറേറ്റ്, അടുത്തത് എമിറേറ്റ് ഏതാണെന്ന്, റാസൽ ഖൈമയാണോ ഫുജറയാണോ ദുബായ് ആണോ എന്താണെന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു യൂണിഫോം സ്റ്റൈലിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പം നാഷണാലിറ്റി എൻ്റർ ചെയ്യുമ്പോഴും അപ്പം UAE എന്നാണെന്നുണ്ടെങ്കിൽ UAE എന്ന് ഒറ്റ വേർഡിൽ, അല്ലെങ്കിൽ UAE അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ പാറ്റേൺ തന്നെ നമ്മൾ ചെയ്യുക. ഇനി സിറ്റി ലൊക്കേഷൻ, അപ്പോൾ റാസൽ ഖൈമയിൽ എവിടെയാണെന്നുള്ളതാണ് നമ്മൾ സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അൽനക്കീലുണ്ട്, പിന്നെ ഓൾഡ് റാസൽ ഖൈമയുണ്ട്, ദെയ്ത്തുണ്ട്, ഖറാനുണ്ട്, അങ്ങനെ പല ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ ഏരിയ ഏതാണെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഈ എമിറേറ്റ് റാക്ക് എന്നുള്ള റാസൽ ഖൈമയിൽ നിന്ന് ഫുൾ അടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ പേഷ്യൻസിൻ്റെ മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്യണം. 050 അല്ലെങ്കിൽ 054 അല്ലെങ്കിൽ 056 ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. മൊബൈൽ നമ്പർ അടിക്കുക. പിന്നെ ലാൻഡ് ലൈൻ നമ്പർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ഒന്നിൽ കൂടുതൽ നമ്പറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ കോമ ഇട്ടിട്ട് അടുത്ത നമ്പർ കൊടുക്കാം.
ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇത് ഇമെയിൽ ഐ ഡി ഒന്നും മാൻഡേറ്ററി ഫീൽഡുകളല്ല. പിന്നെ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ എമിറേറ്റ്സ് ഐ ഡി നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി നമ്പർ കൊടുക്കാം. ഓക്കെ. ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഫയൽ നമ്പർ, പേഷ്യൻസിൻ്റെ നെയിം, അറബിക് നെയിം മാൻഡേറ്ററി അല്ല, ഏജ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ സെക്സ്, നാഷണാലിറ്റി, എമിറേറ്റ്, സിറ്റി മാൻഡേറ്ററി അല്ല, മൊബൈൽ നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലീവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഈ സേവ് ബട്ടൺ എനേബിൾ ആവും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ നമ്പർ ക്രിയേറ്റ് ആയി. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എമിറേറ്റ്സ് ഐ ഡി റീഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി റീഡറിൽ എമിറേറ്റ്സ് ഐ ഡി ഇൻസേർട്ട് ചെയ്തിട്ട് ഈ റീഡ് EMID എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതെല്ലാം എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഫയൽ നമ്പർ മാത്രം കൊടുക്കുക. ഫയൽ നമ്പർ കൊടുത്ത ശേഷം റീഡ് EMID കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 4-5 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം എമിറേറ്റ്സ് ഐ ഡി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീഡ് ചെയ്ത ശേഷം ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരും. ആകെ നമ്മൾ മൊബൈൽ നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്യുക. നമ്മളിവിടെ ഈ മൊബൈൽ നമ്പറിൽ വന്നൊരു ഇതാണ്. ഓക്കെ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കൺസൾട്ടിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പേഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസൾട്ടിങ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കൺസൾട്ടിങ് ക്യൂ ക്രിയേറ്റ് ചെയ്യണം. കൺസൾട്ടിങ് ക്യൂ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഡോക്ടർക്ക് അവരുടെ ഫയൽ ഓപ്പൺ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. പേഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് 1 ടൈം മാത്രം. നമ്മൾ ഇനീഷ്യലി ഒരു പുതിയ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മളവരെ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺസൾട്ടിങ് ക്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. അപ്പോൾ കൺസൾട്ടിങ് ക്യൂ ID അത് സിസ്റ്റം ജനറേറ്റഡ് ആണ്. അത് 1 2 3 4 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും. നമ്മൾ അവിടെ ഒന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഫയൽ നമ്പറും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. ഇനി നമുക്ക് ഇവിടെ കൺസൾട്ടിങ് ടൈപ്പ് എന്താണെന്നുള്ളത് കൊടുക്കാം. ന്യൂ കൺസൾട്ടിങ് ആണോ ഫോളോ അപ്പ് ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇനി ഇൻഷുറൻസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. അവരുടെ ഇൻഷുറൻസ് പ്രൊവൈഡറിൻ്റെ നെയിം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇൻഷുറൻസ് നോയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഡോക്ടറുടെ പേര് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡോക്ടേഴ്സിനെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡോക്ടേഴ്സിനകത്ത് കാണിക്കാത്തത്. ഞാനിപ്പം ഡോക്ടേഴ്സിനെ ആഡ് ചെയ്ത ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. അപ്പം നമുക്കിവിടെ ഡോക്ടറുടെ പേര് ഇവിടെ വന്നു. ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെഫറൻസ് നമ്പർ ക്രിയേറ്റായി. നമുക്കിവിടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ കൺസൾട്ടിങ് ക്യൂ ക്രിയേറ്റായി. ആ പേഷ്യൻസിൻ്റെ ഫയൽ ഇവിടെ വന്നു കിടപ്പുണ്ട്. ഇനി നമുക്ക് പേഷ്യൻസ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ F2 പ്രസ് ചെയ്യുക. F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോക്ടേഴ്സിൻ്റെ ക്യൂയിലേക്ക് ഇൻസേർട്ട് ആവും. ഓക്കെ. എന്നിട്ട് നമുക്കിവിടെ ഈ പേഷ്യൻസിൻ്റെ ഫയൽ നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻസിൻ്റെ ഫയൽ ഓപ്പണായി. അപ്പോൾ ഇതിനകത്ത് പേഷ്യൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ഈ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, മെഡിക്കേഷന്, ചീഫ് കംപ്ലയിൻറ്റ് ആൻഡ് പ്രീ കൺസൾട്ട് വാല്യൂസ്. പ്രീ കൺസൾട്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വരുമ്പോഴേ നമുക്ക് ബി പി അതുപോലെ തന്നെ
മറ്റ് വേറെ എന്തെങ്കിലും ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഡയഗ്നോസിസിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇതെന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. മെഡിക്കേഷൻ നമ്മളിവിടെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടുന്നാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മെഡിക്കേഷനിലേക്ക് പ്രിസ്ക്രിപ്ഷനകത്തുള്ള ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമ്മളിവിടെ ഇതിപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ പാർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാൻ പറ്റും. എൻ്റർ ചെയ്തിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഫിനിഷ്ഡ് കൺസൾട്ടിങ് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്തിപ്പോൾ ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഷ്യൻസ് ക്യൂവിലേക്ക് ആഡായി. ഇനിയിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ പുതിയ പേഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൺസൾട്ടിങ് ക്യൂ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പേഷ്യൻ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫൈൻഡ് പേഷ്യൻസിൽ പോവുക. ഫൈൻഡ് പേഷ്യൻസിൽ പോയിട്ട് നമ്മൾ അവരുടെ മൊബൈൽ നമ്പർ നമ്മൾ ജസ്റ്റ് മൊബൈൽ നമ്പറിൻ്റെ ആദ്യത്തെ നമ്പർ അല്ലെങ്കിൽ 520 എന്താണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേഷ്യൻസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. നമ്മളിവിടെ കോൺടാക്ട് നമ്പറാണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. അതുകൂടാതെ നമുക്ക് പേഷ്യൻസിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാം, അവരുടെ ഫയൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. ഫയൽ നമ്പർ എന്ന് പറയുന്നതാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ അവരുടെ എമിറേറ്റ്സ് ഐ ഡി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എമിറേറ്റ്സ് ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫൈൻഡ് നമ്മൾ ആദ്യം എമിറേറ്റ്സ് ഐ ഡി ആ റീഡറിൽ ഇടുക. എന്നിട്ട് ഫൈൻഡ് ബൈ EMID റീഡർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പേഷ്യൻ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ ഈ എമിറേറ്റ്സ് ഐ ഡിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഒരു കൺസൾട്ടിങ് ക്യൂ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒരു കൺസൾട്ടിങ് ക്യൂ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഡോക്ടേഴ്സിന് നമുക്ക് ആ ഫയൽ ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് കൺസൾട്ടിങ്ങെ കൊടുത്തു. മുമ്പേ കാണേണ്ട വിൻഡോ വന്നു. ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടറെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ആ ക്യൂവിലേക്ക് അത് വരും. ഇനി നമുക്ക് ഇൻ കേസ് നമ്മൾ ഈ പേഷ്യൻസിനെ എൻ്റർ ചെയ്ത സമയത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രോപ്പറായിട്ടല്ല നമ്മൾ എൻ്റർ ചെയ്തത്, ഒരു റഫ് ആയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ആ പേഷ്യൻ്റ് വരുമ്പോഴത്തേക്കും അവർ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എമിറേറ്റ്സ് ഐ ഡി അവർ തരുവാണെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമുക്കിവിടെ സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ പേഷ്യൻസിനെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ പേഷ്യൻസ് നമുക്ക് എഡിറ്റ് ചെയ്യണം. ഈ പേഷ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഈ പേഷ്യൻസ് റോങ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ന്യൂ പേഷ്യൻസിൻ്റെ വിൻഡോ ഓപ്പൺ ആക്കുക. ഇവിടെ നമ്മൾ ആ പേഷ്യൻസിന് ഒരു ഫയൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കീബോർഡിൽ എൻ്റർ കീ അടിക്കുക. എൻ്റർ കീ അടിക്കുമ്പം അവരുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇതിനകത്ത് ചേഞ്ചസ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് അതിനുശേഷം വീണ്ടും സേവ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല ഈ പേഷ്യൻസിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ആ കോഡ് അടിച്ച് എൻ്റർ അടിക്കുക. ഇവിടെ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യൻസ് ഇതിനകത്ത് നിന്ന് റിമൂവ് ആയി പോകും, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആയി പോകും. ഇനി നമ്മൾ കൺസൾട്ടിങ്ങിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ വരാം. നമ്മൾ ഡാഷ്ബോർഡിൽ നിന്ന് ഡാഷ്ബോർഡിൽ വന്നു കഴിയുമ്പോൾ ഡാഷ്ബോർഡിൽ ഈ ഒരു പേഷ്യൻ്റ് വന്ന് കിടപ്പുണ്ടാവും. പേഷ്യൻസിനെ ഡോക്ടറുടെ പാർട്ടാണ് ഇത് കാണിക്കുന്നത്. ഓപ്പൺ ആക്കിയിട്ട് ഡോക്ടർ അതിനകത്ത് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തു, ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തു, മെഡിക്കേഷൻസ് എല്ലാം എൻ്റർ ചെയ്തു. അതിനുശേഷം ഫിനിഷ് കൺസൾട്ടിങ്, അതായത് ഡോക്ടർ എല്ലാം കഴിഞ്ഞ് ഫിനിഷ് കൺസൾട്ടിങ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് എമൗണ്ടുകളുണ്ട്, അത് ചൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യൂവിൽ നിന്നും ആ പേഷ്യൻ്റ് പോയി, കാരണം കൺസൾട്ടിങ് ഫിനിഷായി. അപ്പോൾ പിന്നെ ഈ ക്യൂവിൽ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഈ ക്യൂവിൽ ആ പേഷ്യൻ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് അവരെ കാണുന്നുണ്ടെങ്കിൽ ഈ ഫിനിഷ്ഡ് കൺസൾട്ടിങ് വരിക. ഫിനിഷ്ഡ് കൺസൾട്ടിങ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അവരെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ എത്രയാണ് എമൗണ്ട് എൻ്റർ ചെയ്തതെന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കും. ഡോക്ടർ എത്രയാണ് എമൗണ്ട് അവിടുന്ന്
എൻ്റർ ചെയ്ത് വിട്ടേന്നുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. ഇത് ഇന്നത്തെ ഇതായിരിക്കും കാണിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നലത്തെയും ഓരോ ഡേറ്റ് വൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഇൻവോയ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻവോയ്സ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ആ കൺസൾട്ടിങ് വിൻഡോയിൽ നിന്ന് ഫിനിഷ് കൺസൾട്ടിങ് കൊടുത്ത് ഡോക്ടർ എമൗണ്ട് എൻ്റർ ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് ഈ ഫിനിഷ്ഡ് കൺസൾട്ടിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ലിസ്റ്റിലുണ്ടാവും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പണായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വന്നിട്ടുണ്ട്. കൺസൾട്ട് ID ഇതെല്ലാം ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്താണെന്നുള്ളത്, ഇൻവോയ്സിൽ എന്താണ് എൻട്രി ചെയ്യേണ്ടതെന്നുള്ളത് അത് മാത്രം നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ജസ്റ്റ് മൗസ് കൊണ്ടോ അല്ലെ ഡൗൺ ആരോ കീ യൂസ് സെലക്ട് ചെയ്യുക. ഇനി നമുക്കിവിടെ ടാക്സ് കാറ്റഗറി സ്റ്റാൻഡേർഡ് ടാക്സ് ആണോ, സീറോ റേറ്റഡ് ആണോ, എക്സംപ്റ്റഡ് ആണോ എന്നുള്ള ചൂസ് ചെയ്യുക. ബൈ ഡിഫാൾട്ട് ക്ലിനിക്സിൻ്റെ സർവീസുകളെല്ലാം സീറോ റേറ്റഡ് ആയതുകൊണ്ട് ബൈ ഡിഫാൾട്ട് സീറോ റേറ്റഡ് ടാക്സ് ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ടാക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 5% ടാക്സ് ആഡായി വരും. അപ്പം ടാക്സ് ഓട്ടോമാറ്റിക് സെലക്റ്റായി. ക്വാണ്ടിറ്റിയിൽ ഒരു ക്വാണ്ടിറ്റി, ടോട്ടൽ എമൗണ്ട് നമുക്ക് 500 ആണ്. നമ്മൾ 500 അടിച്ചു, എൻ്റർ കീ അടിച്ചു. എൻ്റർ കീ അടിക്കുമ്പോൾ അത് താഴത്തേക്ക് വന്നു. ഇനി നമ്മൾ താഴത്തേക്ക് വന്നത് ഇപ്പോൾ ഈ എമൗണ്ടുകളെല്ലാം തെറ്റിപ്പോയെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ആ ലൈനയിൽ. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആ എമൗണ്ടുകളെല്ലാം മുകളിലോട്ട് കയറിപ്പോയി. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വീണ്ടും എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വരും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ഓപ്ഷൻ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ പെയ്ഡ് എമൗണ്ട്, ഇപ്പം കസ്റ്റമർ പേഷ്യൻ്റ് പേയ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് എമൗണ്ട് ഇവിടെ അടിക്കുക. ഓക്കെ, അടിച്ച ശേഷം നമുക്ക് ഏത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ്, ക്യാഷ് ആണോ, ക്രെഡിറ്റ് കാർഡാണോ, അല്ലെ ഇൻഷുറൻസ് ആണോ, അല്ലെ ക്രെഡിറ്റിലാണോ, അയാൾ പിന്നീടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ചൂസ് ചെയ്യുക. നമ്മളിവിടെ ക്രെഡിറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും എമൗണ്ട് കയറി പോകുന്നത്, അല്ലെങ്കിൽ ഹാഫ് പേയ്മെൻറ്റിലായിരിക്കും കയറി പോകുന്നത്. നമ്മൾ ക്യാഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ചൂസ് ചെയ്ത ശേഷം നമുക്കിവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കും ഇൻവോയ്സ് സേവ് ചെയ്യട്ടെ എന്നുള്ളൊരു കൺഫർമേഷൻ ചോദിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവോയ്സ് സേവായി. നമുക്ക് ആ ഇൻവോയ്സ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിൻറ്റ് ബട്ടൺ എനേബിൾ ആവും. പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റിൻ്റെ സ്ക്രീൻ വരും. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ പ്രിൻ്ററിലേക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രിൻ്റ് റിപ്പോർട്ടിൽ പോയിട്ട് നമ്മുടെ പ്രിൻ്റർ ഏതാണെന്ന് ചൂസ് ചെയ്യുക, പ്രിൻ്റ് കൊടുക്കുക. നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്താൽ മതി. നമുക്കൊരു PDF ആയിട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പർപ്പസ് ആണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ PDF ചൂസ് ചെയ്യുക. എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ്, ഡെസ്ക്ടോപ്പിൽ. എന്നിട്ട് നമ്മളിവിടെ ഇൻവോയ്സിൻ്റെ നമ്പറോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിന് ഇൻഫർമേഷൻ കൊടുക്കുക. 1000 ഇൻവോയ്സ് സേവ് ചെയ്ത ശേഷം എക്സ്പോർട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വേ ഓഫ് ഇൻവോയ്സിങ്. ഇനി നമുക്കിപ്പം ഡോക്ടർ ഇപ്പം ഫിനിഷ്ഡ് കൺസൾട്ടിങ് കൊടുത്തു, എമൗണ്ടുകളൊന്നും കൊടുത്തിട്ടില്ല, അല്ല ജസ്റ്റ് ഡോക്ടർ ഇപ്പം ജസ്റ്റ് അപ്ഡേറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ ഈ ഫിനിഷ്ഡ് കൺസൾട്ടിങ്ങിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മാനുവലായിട്ടാണ് ഇൻവോയ്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞ സ്ക്രീൻ ഈ ഓപ്ഷൻ എടുക്കുക. അവിടെ പോയിട്ട് നമ്മൾ ഈ ഫയൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. പേഷ്യൻറ്റിൻ്റെ ഫയൽ നമ്പർ ഇവിടെ അടിക്കുക. എന്നിട്ട് എൻ്റർ കീ അടിക്കുക. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് വന്നു. ഇനി ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി ലിസ്റ്റിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാനുവലായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻവോയ്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന സാധനം ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വരും. സ്റ്റാൻഡേർഡ് ടാക്സ് ഇവിടെ എത്രയാണോ എമൗണ്ട് എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ കസ്റ്റമർ പേയ്മെൻറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 0 ആക്കിയിട്ട് ജസ്റ്റ് അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻവോയ്സ് എങ്ങനെയാണ് സേവ് ചെയ്തതെന്ന് കണ്ടു. ഇനി നമുക്ക് ഇൻവോയ്സിനകത്ത് തന്നെ വേറെ 1-2 ഓപ്ഷനുകൾ വെച്ചാൽ നമ്മളിപ്പോൾ ഇൻവോയ്സ് വെറുതെ ഓപ്പൺ ആക്കിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഈ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഫസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആരോ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. അപ്പോൾ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് നമ്പർ ഏതാണെന്ന് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്ത ഇൻവോയ്സ് ഏതാണെന്നുള്ളത് കാണും.
നമുക്ക് വീണ്ടും റീപ്രിൻ്റ് എടുക്കുമോ വീണ്ടും പ്രിൻ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ആ ഇൻവോയ്സ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഇൻവോയ്സ് നമ്പർ ഇവിടെ അടിച്ചിട്ട് എൻ്റർ കീ അടിച്ചാൽ മതി. അപ്പം അതിൻ്റെ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. നമുക്ക് വീണ്ടും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എത്രയാണ് കസ്റ്റമർ ഇനി തരാനുള്ളതെന്നുള്ള കറണ്ട് ഡ്യൂ ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ഇൻവോയ്സ് ഇവിടെ നിന്നല്ലാതെ നമുക്കിവിടെ സെയിൽസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇൻവോയ്സ് കാണാൻ പറ്റും. നമ്മളിവിടെ ഡേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഡേറ്റിനിടയ്ക്ക് നമ്മൾ ചെയ്തേക്കുന്ന ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഓരോ ഇൻവോയ്സിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് നമുക്ക് PDF പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ PDF ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ആ ഒരു ഇൻവോയ്സെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവോയ്സിൻ്റെ സ്ക്രീനും ഓപ്പണായി വരും. ഇനി നമുക്ക് ഈ പേഷ്യൻസ് ഇപ്പം നമ്മളിപ്പം ഒരു 2 ഇൻവോയ്സ് ആ ഒരു പേഷ്യൻറ്റിന് ചെയ്തു. അതിൽ ഒരു ഇൻവോയ്സ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആ പേയ്മെൻറ്റ് അവർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഫൈൻഡ് പേഷ്യൻസിൽ തന്നെ ആൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ നമ്മളിവിടെ അയാളുടെ പേരടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ലിസ്റ്റ് വരുമ്പോൾ ഇവിടെ കാണിക്കും. കസ്റ്റമർ ഡ്യൂ എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കും. പഴയത് എമൗണ്ടുകൾ തരാനുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അവർ എത്ര പൈസ തരാനുണ്ട്, ഏതൊക്കെ ഇൻവോയ്സ് ആണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ സെയിൽസ് റിപ്പോർട്ടിൽ തന്നെ വരിക. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ബൈ ഡിഫാൾട്ട് നമ്മൾ ആ ഡേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിനിടയ്ക്കുള്ള എല്ലാ പേഷ്യൻസിൻ്റെയും ഇൻവോയ്സ് വരും. നമുക്കൊരു പർട്ടിക്കുലർ പേഷ്യൻസിൻ്റെ മാത്രം ഇൻവോയ്സുകൾ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫയൽ നമ്പറിൽ വന്നിട്ട് അവരുടെ പേഷ്യൻസിൻ്റെ ഫയൽ നമ്പർ അടിക്കുക, എൻ്റർ കീ അടിക്കുക. അപ്പം അവരുടെ പേര് വന്നു. ബൈ ഡിഫാൾട്ട് ഈ പേരടിക്കുമ്പം തന്നെ ഈ കസ്റ്റമർ ഈ ഫയൽ നമ്പർ അടിക്കുമ്പം തന്നെ ഇവർക്ക് എത്രയെല്ലാം ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇനി നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റിനിടയ്ക്കുള്ള ഇൻവോയ്സുകൾ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡേറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു 1 ജനുവരി മുതൽ 31 ഡിസംബർ വരെയുള്ള ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഇൻവോയ്സ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഇവിടെ ചൂസ് ചെയ്യുക. ഇവിടെ അപ്ലൈ ഫിൽട്ടർ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഫിൽട്ടർ എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഈ ഒരു വർഷത്തെ ഇൻവോയ്സുകൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഫിൽട്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ പേഷ്യൻസിൻ്റെ ഒരു വർഷത്തെ ഇൻവോയ്സുകൾ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരത്തുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഫിനിഷ്ഡ് കൺസൾട്ടിങ് മുമ്പേ പറഞ്ഞു. ഫിനിഷ്ഡ് കൺസൾട്ടിങ് ഇൻവോയ്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ്ഡ് കൺസൾട്ടിങ്ങിലുണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓരോ ദിവസവും വന്ന ഇത് നമുക്ക് ഡേറ്റ് വൈസ് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെയുള്ള ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് 2 ഡേറ്റിനിടയ്ക്ക് വന്നേക്കുന്ന പേഷ്യൻസിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഇനി ഡോക്ടർ വൈസ് കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡോക്ടർ വൈസ് കാണുന്നത് നമ്മളിവിടെ ഈ വിസിറ്റ് ഹിസ്റ്ററിയിലാണ്. ഇവിടെ നമുക്കൊരു ഡേറ്റ് 2 ഡേറ്റിനിടയ്ക്കുള്ള ഇത് കാണാം. അതിൻ്റെ എമൗണ്ട് ഇവിടെ കാണാം, സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ്, നമുക്ക് പേഷ്യൻസിന് നെക്സ്റ്റ് ടൈം ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട് അപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിവിടെ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഡേറ്റിനും ഇടയ്ക്കുള്ള കംപ്ലീറ്റ് അപ്പോയിൻമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും. ഇനി ഓരോ ഡോക്ടറുടെ വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ മാത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ മാത്രം അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ വരും. നമുക്ക് പുതിയൊരു അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ അപ്പോയിൻമെൻറ്റിൽ പോവുക. ഇവിടെ നമ്മൾ ഫയൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫയൽ നമ്പർ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അവിടെ കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ട് വേണമെങ്കിൽ എൻ്റർ ചെയ്തിട്ട് ഇവിടെ എൻ്റർ കീ അടിക്കുക, എന്നിട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഏത് ഡോക്ടറാണെന്നുള്ളത് ചൂസ് ചെയ്യുക, ഏത് ഡേറ്റിലാണ് അപ്പോയിൻമെൻറ്റ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ടൈം നമ്മളിവിടെ ഈ ക്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഏത് ടൈമിലാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. നമുക്ക് AM ആണോ PM ആണോ എന്നുള്ളത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്നിട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ അപ്രോക്സിമേറ്റ് എത്ര മിനിറ്റ് വേണ്ടി വരും ഈ ഒരു പേഷ്യൻ്റ് എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. നോട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ആ ഡോക്ടറുടെ ഇത് നമ്മൾ ഓക്കെ ഇതിനകത്തൂടെ
അപ്പോയിൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു. നമുക്ക് ഇവിടുന്ന് ഈ അപ്പോയിൻമെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കൺസൾട്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, കൺസൾട്ടിങ് ക്യൂ. അപ്പം നേരത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പോയിട്ട് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പേഷ്യൻറ്റിനെ. ഫസ്റ്റ് നമ്മളിവിടെ അപ്പോയിൻമെൻറ്റ്സിൻ്റെ ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസൾട്ടിങ് ക്യൂവിൻ്റെ ഇത് ക്രിയേറ്റ് ആവും, ഓപ്പൺ ആവും. അതിൽ നിന്ന് നമ്മൾ ഡോക്ടറെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൺസൾട്ടിങ് ക്യൂവിലേക്ക് ഡാഷ്ബോർഡിലേക്ക് അത് വരും. ഇനി ഇവിടെ തന്നെ നമുക്ക് പേഷ്യൻസ് വൺസ് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൺഫേംഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, പിന്നീട് നമ്മൾ വിളിച്ച് വരും എന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞാൽ കൺഫേംഡ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റാറ്റസ് കൺഫേംഡ് എന്ന് പറഞ്ഞ് വരും. ഇനി ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ദീസ് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇനി കൺഫേം നോട്ട് ആൻസേർഡ്, നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ആൻസേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇടാനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് വിസിറ്റ് ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ഡേറ്റ് വൈസും ഡോക്ടർ വൈസൊക്കെ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കിട്ടും. ഇതൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയലിലേക്കൊക്കെ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. നമ്മളിവിടെ കളക്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വന്നേക്കുന്ന കളക്ഷൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 500 dirhams മുമ്പ് എൻ്റർ ചെയ്തതിൻ്റെയാണ് ഈ കളക്ഷൻസ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഡേറ്റ് വൈസ് വേണമെങ്കിലും എടുക്കാം. നമുക്കൊരു പർട്ടിക്കുലർ മന്തിൻ്റെ മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ 1 ഡിസംബർ ടു 31 ഡിസംബർ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ഒരു മാസത്തെ പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്യാഷായിട്ട് എത്ര വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് വഴി എത്ര വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു പേ ടൈപ്പിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം കിട്ടും. ഈ ലിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊക്കെ ഇതൊക്കെ എക്സലിലേക്കും PDF നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് PDF നമുക്ക് ഓപ്പണായി കിട്ടും. ഇങ്ങനെ ഓപ്പണായി കിട്ടും. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.